Good morning, sir, and welcome to the show. മോർണിംഗ് അല്ല മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും അമേരിക്കൻ സൂചികകൾക്ക് സാധിച്ചിരിക്കുന്നു. അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചിട്ടുള്ള തങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമുക്ക് ആക്ച്വലി ഇന്നലെ അമേരിക്കൻ വിപണിയിൽ ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സ് ആയിരുന്നു നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് ഏരിയാസ് 45,000 പോയിന്റ്, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 45,500 പോയിന്റ്. ബട്ട് നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിലോട്ട് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിൽ ആ ഒരു നേട്ടം ഒന്നും തന്നെ നിലനിർത്താൻ സാധിച്ചില്ല. സോ ടെക്നോളജി സ്റ്റോക്സിൽ ഇപ്പോഴും ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 20,600 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കണമെങ്കിൽ 21,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ്, കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോൾ ഒരു 0.5% നേട്ടത്തിൽ $69.11 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഒരു സെൽ ഓഫ് നേരിട്ടതിന് ശേഷമാണ് നേരിയ തോതിലുള്ള ഒരു റിക്കവറി നമുക്ക് ക്രൂഡിൽ കാണുന്നത്. ഒപ്പം തന്നെ ബ്രെൻഡിലേക്ക് എത്തുകയാണെങ്കിലും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡ് ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ക്രൂഡിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു ഔട്ട്ലുക്കിൽ ഒരു മാറ്റവും ഇല്ല. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ നമുക്ക് 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ WTI ക്രൂഡ് 71, 73 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. ബട്ട് ആ ഒരു ടെസ്റ്റിൽ ഇന്നലെ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്നായിരുന്നു വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിച്ചത്. സോ ക്രൂഡിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $68 ലെവലായിരിക്കണം സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്രൂഡിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 72, 73 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടണം. ഒപ്പം സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് കൂടി എത്തുകയാണ്. സ്വർണത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 0.5% നേട്ടം രേഖപ്പെടുത്താനായിട്ട് സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സിന് സാധിക്കുന്നുണ്ട്. ട്രോയ് ഔൺസിന് 2,653.1 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലുള്ള അത്ര ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഒരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ടായിരുന്നു. 2,700 എന്നൊരു നിലവാരവും ഇപ്പോൾ ഗോൾഡ് കൈവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് വാച്ച് ചെയ്യുന്നത്? അല്ല, കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഞാൻ സ്വർണത്തിന്റെ കേസിൽ ഒരു ബെയറിഷ് വ്യൂ ആയിരുന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വീണ്ടും ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് എന്റെ വ്യൂവിന് റീഇൻഫോഴ്സ്മെന്റ് നടന്നിരിക്കുന്നത്. സ്വർണത്തിന്റെ കേസിൽ August 30 ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച $2,801. ആൻഡ് കഴിഞ്ഞ ആഴ്ച വീണ്ടും നമുക്ക് ക്രൂഡ് ഓയിലിനൊപ്പം തന്നെ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ ഇടയായിരുന്നു. ബട്ട് സ്വർണത്തിന് $2,720 റെസിസ്റ്റൻസ് ഇന്നലെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തതിനെ തുടർന്നായിരുന്നു ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,610 ലെവലിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് സ്വർണത്തിൽ അവോയ്ഡ് ചെയ്യണം. യെസ്, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടി എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ശക്തമായിട്ടൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തുകയും ഹൈ ലെവൽസിൽ കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂചികയായിരുന്നു കണ്ടത്. എന്നിരുന്നാലും 24,200 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സൂചികയ്ക്ക് സാധിച്ചിരുന്നു. നിഫ്റ്റി 50 കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരുന്നത് 24,221.9 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണോ നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്? അല്ല, നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തില്ല. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഓർക്കേണ്ട സെപ്റ്റംബർ 27 ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചതിന് ശേഷം തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നമ്മൾ നിഫ്റ്റി 50യിൽ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കണമെങ്കിൽ 24,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ്, ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിലും ഇന്നലെ ഏകദേശം 1000 പോയിന്റ്സിലധികം ഒരു ഇൻട്രാഡേയിൽ മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2.1% നേട്ടത്തിൽ 52,207.5 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഈ ആഴ്ച വീണ്ടും ഒരു ബൈയിങ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ വി ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു സി എ ട്രെൻഡ് റിവേഴ്സൽ. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 52,600 പോയിന്റിന്റെ റെസിസ്റ്റൻസാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്, ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിൽ തന്നെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓഹരിക്ക് ഇൻട്രാഡേയിൽ സാധിച്ചിരുന്നു. 1803.55 എന്നതാണ് പുതിയൊരു റെക്കോർഡ് ഹൈ ആയിട്ട് HDFC ബാങ്കിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു ജൂലൈക്ക് ശേഷം 4-5 മാസങ്ങളായിട്ട് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിരുന്നില്ല. ഇന്നലെ എന്നാൽ അത് സാധിച്ചിരിക്കുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 1778.95 എന്ന നിലയിലാണ്. HDFC ബാങ്കിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ബുള്ളിഷ് തന്നെയായിരുന്നു. ബട്ട് ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും നമുക്കൊരു ഫോളോ ത്രൂ ബൈയിങ് HDFC ബാങ്കിന്റെ കേസിൽ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1740. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും HDFC ബാങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ്, അപ്പം ഇന്നലെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് മാറിയ ഇൻഡെക്സ് എന്ന് പറയുന്നത് PSU ബാങ്ക് സൂചികയായിരുന്നു. വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആണ് PSU ബാങ്ക് സൂചികയിൽ കണ്ടിരുന്നത്. ഏകദേശം 4% നേട്ടം രേഖപ്പെടുത്താൻ PSU ബാങ്കിന് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ തീർച്ചയായിട്ടും മോസ്റ്റ് ലൈക്ലി നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 7100 പോയിന്റ്. ബട്ട് ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ PSU ബാങ്ക്, ലാർജ് PSU ബാങ്ക്സ് ആൻഡ് സ്മോൾ PSU ബാങ്ക്സിലൊക്കെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. എങ്കിൽ പോലും അത് ഓൾമോസ്റ്റ് ഒരു ബാങ്കിങ് സ്റ്റോക്കിൽ പോലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി പ്രോഫിറ്റ് ടേക്കിംഗ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു ലോ റിസ്ക് അവസരം ലഭിക്കുക. യെസ്, ഒപ്പം തന്നെ TCSമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം IT ഇൻഡെക്സിനെ സംബന്ധിച്ച് 0.5% നേട്ടം നിലനിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇൻഫോസിസ്, HCL ടെക് പോലെയുള്ള ഓഹരികൾക്ക് ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഈ ഒരു ഹെവി വെയ്റ്റ്സിൽ അല്ലെങ്കിൽ Tier 1 കമ്പനികൾ TCSൽ വളരെ വ്യക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5% നേട്ടത്തിലാണ് TCS ഓഹരികൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. TCS ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? TCSന്റെ കേസിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 4390, അതിനുശേഷം 4420. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് 1-2 പ്രേക്ഷകർ PSU ബാങ്ക് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയിലെ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് ആ ഒരു റിക്കവറിയെ തുടർന്നിട്ട് പോലും ലോങ് ടേം ഓർ ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്, ആദ്യത്തെ 255, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 270 രൂപ. 270ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ബാങ്ക് ഓഫ് ബറോഡ ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നീ ഓഹരികളുമായി ബന്ധപ്പെട്ട ഒരു ക്വയറി കൂടി എത്തിയിട്ടുണ്ട്. ഈ ഒരു ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഓഹരികൾ പ്രധാനമായിട്ടും താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്നത്? യൂക്കോ ബാങ്കിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. യൂക്കോ ബാങ്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 49 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 53 രൂപയിലായിരിക്കും. 53ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു സ്റ്റോക്ക് സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. സെൻട്രൽ ബാങ്കിന്റെ കേസിൽ അഗെയിൻ സെയിം സ്റ്റോറി. സെൻട്രൽ ബാങ്കിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സെൻട്രൽ ബാങ്കിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 59 രൂപ, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 62,
62-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഒരു സേഫ് സോണിലോട്ട് ഈ സ്റ്റോക്ക് എത്താൻ പോകുന്നുള്ളൂ. യെസ്, രാജൻ എന്ന പ്രേക്ഷകൻ സുപ്രിയ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2% ഇടിവിലായിരുന്നു സുപ്രിയ ലൈഫ് സയൻസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. സുപ്രിയ ലൈഫ് സയൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുപ്രിയയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നവംബർ 22 ആയിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 833 രൂപ. അതിനെ തുടർന്നായിരുന്നു ഇന്നലെ നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യുക. യെസ്, അതിനോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അദാനി ഓഹരികളുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ ചോദിച്ചിട്ടുണ്ട്. വിവിധ അദാനി ഗ്രൂപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അഡാനി സ്റ്റോക്സിൽ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ അഡാനി സ്റ്റോക്സിലും ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് ലെവൽസ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അഡാനി സ്റ്റോക്സിന്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീക്ക്നെസ്സിനെ തുടർന്ന് നമുക്കൊരു ബോട്ടം കണ്ടുപിടിക്കാനും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സാധിക്കുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അഡാനി സ്റ്റോക്സ് ഒക്കെ അതിന്റെ ഒരു ബോട്ടം എത്തിച്ചേർത്ത് അതിനുശേഷം മാത്രം നമുക്കൊരു ലോങ് പൊസിഷൻ വേണോ എന്ന് തീരുമാനിക്കാം. യെസ്, മധു എന്ന പ്രേക്ഷകൻ ബി എല്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബി എൽ ഓഹരികൾ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബി എല്ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബി എല്ലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 306 രൂപ. 306-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 321-ഉം അതിനുശേഷം 342. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. യെസ്, അതിനോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. തോമസ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ അതിന്റെ ബോട്ടം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് സേഫ് ലോ വോളറ്റിലിറ്റി ലോ റിസ്കിൽ നമുക്കൊരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ പിന്നീട് നമ്മൾ 1750 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ്, ഒരു പ്രേക്ഷകൻ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടിവിലായിരുന്നു, 1.5% ഇടിവിലായിരുന്നു നാഷണൽ അലൂമിനിയത്തിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നാൽക്കോയുടെ കേസിൽ നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കഴിഞ്ഞ 3-4 മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. നാൽക്കോയുടെ കേസിൽ ഔട്ട്ലുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലത്തെ ട്രേഡിൽ കാലത്ത് തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു 262 രൂപ 99 അതിനുശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 2 സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഒന്ന് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് കറക്ഷൻ നടക്കുന്ന സമയത്ത് തിരിച്ചു പിടിക്കാൻ നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 235-ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 4% നേട്ടം രേഖപ്പെടുത്താൻ NHPC ഓഹരികൾക്ക് സാധിച്ചിരുന്നു. NHPCയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? NHPCയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 87 രൂപയും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 95 രൂപയിലും. നമ്മൾ ഒരു അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങാം. ഒരു പ്രേക്ഷക ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4.5% അടുത്ത നേട്ടത്തിലായിരുന്നു ഈസ്മൈ ട്രിപ്പിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈസ്മൈ ട്രിപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസ്മൈ ട്രിപ്പിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഒക്ടോബർ 23-നായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത് 28 രൂപ 41. അതിനുശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് മാറിയിട്ടുണ്ട്.
ആൻഡ് ഒരു പോസിബിലിറ്റി കാണുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 35 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 41 രൂപയിലായിരിക്കും. നമ്മൾ എഗെയിൻ ഒരല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 28 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബൽരാജ് എന്ന പ്രേക്ഷകൻ ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോട്ട് ടോണിലായിരുന്നു ഇൻ ഹോട്ടൽസ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻ ഹോട്ടൽസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാഷണൽ അലുമിനിയത്തിനെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കും നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽ. നാഷണൽ അലുമിനിയത്തിൽ കണ്ടതുപോലെ തന്നെ ഇന്നലെ ഇന്ത്യൻ ഹോട്ടലിന്റെ കേസിലും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ 809.90 റുപ്പീസിൽ കാണാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ പ്രോഫിറ്റ്സ് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 790 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ജയരാജ് എന്ന പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 7.79% നേട്ടത്തിലായിരുന്നു IRB ഇൻഫ്ര ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IRB ഇൻഫ്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRB ഇൻഫ്ര ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ആൻഡ് ഇതിൽ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് 2 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 56 രൂപ, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്തത് 65 രൂപയിലായിരിക്കും. ഒന്നിലധികം പ്രേക്ഷകർ NTPC അതിനോടൊപ്പം തന്നെ NTPC ഗ്രീന്റെ IPO ഈ 2 ഓഹരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ 2 ഓഹരികളിലുമുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NTPCയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 355 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. NTPC ഗ്രീനിന്റെ കേസിൽ മൈ പേഴ്സണൽ അഡ്വൈസ്, ഞാൻ IPOസിൽ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ IPOകളെയും ഓവർ പ്രൈസ് ചെയ്തിട്ട് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത്. സോ നമ്മൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ഓല മൊബിലിറ്റി മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്സ് ഒക്കെ നമുക്ക് IPOന് ശേഷം വലിയ ഇടിവ്, വലിയ നഷ്ടമാണ് നൽകിയിരിക്കുന്നത്. സോ NTPC ഗ്രീനിന്റെ കേസിലും ലെറ്റസ് അവോയ്ഡ് ദ IPO. അത് ലിസ്റ്റ് ചെയ്യപ്പെടട്ടെ, മാർക്കറ്റിൽ അത് വാല്യൂ പ്രൈസ് കണ്ടുപിടിക്കട്ടെ, അതിനുശേഷം നമുക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ജോസ് എന്ന പ്രേക്ഷകൻ സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോ റേഞ്ചിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഓഹരിയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ കാര്യമായിട്ട് വോളിയം, ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഒത്തിരി റിസ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ ജിയോഫിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.98% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ജിയോഫിന്നിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജിയോഫിനിൽ ഇനി പ്രധാനമായിട്ടും താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ജിയോഫിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു മേജർ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അത് 297 രൂപയിൽ. സോ നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഇതൊരു ഹൈ റിസ്ക് ട്രേഡ് ആയിരിക്കും. ഈ സ്റ്റോക്കിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 355, അതിനുശേഷം 350 രൂപയിലോ ആയിരിക്കും. 350ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഈ സ്റ്റോക്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യാൻ ഒരു ഐഡിയ വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം നവംബർ 29 ശേഷം LICയോടൊപ്പം തന്നെ ജിയോഫിനും ഡെറിവേറ്റീവ് ട്രേഡിംഗ് മാർക്കറ്റിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഐ എം എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് ആക്ഷൻ ഇൻ ജിയോ ഫൈനാൻഷ്യൽ. സന്തോഷ് എന്ന പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി സ്റ്റോക്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അദാനി എനർജി സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അദാനി എനർജിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിപ്പോൾ ബോട്ടം എത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ ഒത്തിരി വോളറ്റിലിറ്റിക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നിതിൻ എന്ന പ്രേക്ഷകൻ പിരമൽ ഫാർമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.4% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിരമൽ ഫാർമ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പിരമൽ ഫാർമ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു പ്രോബ്ലം കാണുന്നത് നവംബർ 6 നമുക്കൊരു ഓൾ ടൈം ഹൈ 307 രൂപ 90 നൽകിയതിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ, പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 238 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 262 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ആദ്യത്തെ റെസിസ്റ്റൻസ് 275, അതിനുശേഷം 280, 290. ഒന്നിലധികം പ്രേക്ഷകർ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ചോദിച്ചിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 2% അടുത്ത നേട്ടത്തിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 25 രൂപയും അതിനുശേഷം 27 രൂപയുമായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും പ്രദീപ് സാർ ആയിട്ട് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ പോയത്. ഏതായാലും വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും അതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ സഹായം തേടിയതിനു ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.